എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ 30-31 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും പുതിയ SCRT ടെസ്റ്റുകൾ പഠിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ടാലന്റിന്റെ അറിവിടം ബുക്കുകൾ തന്നെയാണ്. അപ്പോൾ SS-ന് വേണ്ടിയിട്ടും സയൻസിന് വേണ്ടിയിട്ടും ടാലന്റ് അറിവിടം ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. പാർട്ട് 1-ൽ 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2-ൽ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അതിനൊപ്പം തന്നെ ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകളും ലേണിംഗ് റൂം ഫാക്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. സോ ഇനി വരുന്ന പരീക്ഷകൾക്ക് SCRT എന്നുള്ള മാർക്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉടനെ തന്നെ ടാലന്റിന്റെ അറിവിടം പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള veranda.talentkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ 2025 അവസാനിച്ചിരിക്കുകയാണെങ്കിൽ 2026 ഒരുപാട് എക്സാമുകൾ നടക്കാനുണ്ട്. ഇതിൽ കമ്പനി ബോർഡ് LGS ആയാലും വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് ആയാലും പോലുള്ള പരീക്ഷകൾക്ക് 2024-25 വർഷത്തെ കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. സോ അത് മനസ്സിലാക്കി തന്നെയാണ് ടാലന്റ് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള veranda.talentkerala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. നിങ്ങളൊക്കെ ഓൾറെഡി തന്നെ കേട്ടിട്ടുള്ള ഒരു പുരസ്കാരമാണ്. അതായത് നിയമസഭാ സാഹിത്യ പുരസ്കാരം അല്ലെ. നമ്മുടെ MT വാസുദേവൻ നായർക്കും M മുകുന്ദനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. അപ്പോൾ 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് NS മാധവൻ. ആരാണ്? NS മാധവനാണ് 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരം കിട്ടിയത്. ഹിക്കിറ്റ പോലെയുള്ള രചനകൾ നടത്തിയ സാഹിത്യകാരനാണ് ആരെന്ന് പറയുന്നത്? NS മാധവൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല 2024 എഴുത്തച്ഛൻ പുരസ്കാരം, നമ്മുടെ കേരള സാഹിത്യ മേഖലയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം, അത് 2024 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? NS മാധവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മുടെ സാഹിത്യ മേഖലകൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരം NS മാധവന് നൽകുന്നത്. 26-ലായിരിക്കും എന്ത് ചെയ്യുക? പുരസ്കാരം സമ്മാനിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി തന്നെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ റീസെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നിലവിലെ കോർപ്പറേഷനുകളിലെ വനിതാ മേയർമാരുടെ എണ്ണം എത്രയാണ് എന്നൊരു ചോദ്യം കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താണ് നമുക്ക് ഈ പുതിയ മേയർമാരെ എല്ലാം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കോർപ്പറേഷൻ മേയർമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷ് ആണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ട് മേയറാവുന്ന, കേരളത്തിൽ മേയറാവുന്ന BJP-യിൽ നിന്നുള്ള വ്യക്തി എന്ന് പറയുന്നത് VV രാജേഷ് ആണ്. അതുപോലെ തന്നെ കൊല്ലത്ത് AK ഹഫീസ് ആണ്. കൊച്ചിയിൽ VK മിനിമോൾ ആണ്. തൃശ്ശൂർ ഡോക്ടർ നിജി ജസ്റ്റിൻ ആണ്. അതുപോലെ കോഴിക്കോട് O സദാശിവന്. അതുപോലെ കണ്ണൂർ P ഇന്ദിരയും ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? നിലവിൽ കേരളത്തിലെ കോർപ്പറേഷനുകളിലെ വനിതാ മേയർമാരുടെ എണ്ണം എത്രയാണ്? നമുക്ക് ഇവിടെ നോക്കിയാലോ. ഈ കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ, ഇവിടെ 3 സ്ഥലങ്ങളിൽ വനിതാ മേയർമാരാണ്. സോ നിലവിൽ കേരളത്തിലെ കോർപ്പറേഷൻ ഭരിക്കുന്ന വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തത്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു പരിശോധനയാണ്. ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പരിശോധനകൾ, പ്രത്യേകിച്ച് വിജിലൻസ് പല ക്രമക്കേടുകളും കണ്ടെത്താനായിട്ട് പരിശോധനകൾ നടത്താറുണ്ട്. സോ ഇവിടെ വളരെ റെയർ ആയിട്ടുള്ളൊരു പരിശോധനയാണ് കേട്ടോ. അതായത് സംസ്ഥാനത്തെ ബാറുകളിൽ മദ്യത്തിന്റെ അളവിൽ കൃത്രിമം നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് വിജിലൻസ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ മിന്നൽ പരിശോധന, ഓപ്പറേഷൻ ബാർകോഡ്. അപ്പോൾ ബാർകോഡ് ബാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി നടത്തിയ പരിശോധനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ബാറുകളിൽ മദ്യത്തിന്റെ അളവിൽ കൃത്രിമം നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ബാർകോഡ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു നവതി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം SK വസന്തൻ എന്ന് പറയുന്ന മലയാള സാഹിത്യകാരൻ അല്ലെ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്? SK വസന്തൻ. അദ്ദേഹം 2025 അദ്ദേഹത്തിന്റെ നവതി ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ 2025 നവതി ആഘോഷിച്ച കേരള സാഹിത്യകാരനാണ് ആരെന്ന് പറയുന്നത്? SK വസന്തൻ. അദ്ദേഹം 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കൂടിയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട്, കേന്ദ്ര സർക്കാർ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന അഥവാ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന എന്ത് ചെയ്തിരിക്കുന്നു? 2025 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, 2000-ലാണ് എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000-ൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. അന്ന് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്.
സോ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത പദ്ധതി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. അതായത് ഏതൊരു കാലാവസ്ഥയാണെങ്കിലും ഗ്രാമത്തിലെ ഏതാണ് ജനവാസ മേഖലകളും എന്താണ് റോഡുമായിട്ട് കണക്ട് ആയിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. സോ അത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന പേവിഷബാധ വിരുദ്ധ വാക്സിൻ ഏതാണ്? അത് അഭൈറാബ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അഭൈറാബ് എന്ന് പറയുന്നത് ഒരു വാക്സിൻ ആണ്. എന്തിനെതിരെ? പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആണ്. സോ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത് അഭൈറാബ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വേദിയാണ്, അതായത് 2026 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതായത് 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ സപ്പോസ് ഈ ഒരു സമയത്തേക്ക് വേദി മാത്രം നോട്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഉച്ചകോടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓർത്ത് വയ്ക്കുക, 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ഒരു പക്ഷി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാനുണ്ട്. അതായത് പാർവതി ആർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പൊ എന്താണ് പാർവതി ആർഗ പക്ഷി സങ്കേതം? ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശാണ്. അപ്പൊ ഈ ഒരു പക്ഷി സങ്കേതം ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പക്ഷി സങ്കേതത്തെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവാം, അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്ന് ഓർക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് INSV കൗണ്ടിന്യയുടെ ആദ്യ യാത്ര ഏത് രാജ്യത്തേക്കാണ്? അപ്പോൾ INS കൗണ്ടിന്യ എന്ന് പറയുന്ന കപ്പലിന്റെ ആദ്യത്തെ യാത്ര ഏത് രാജ്യത്തേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമാനിലേക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതായത് ഇന്ത്യയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നറിയപ്പെടുന്ന കപ്പലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന INSV കൗണ്ടിന്യ. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുരാതന കാലത്ത് എന്ത് ടെക്നിക്കാണോ കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ആ ഒരു മെത്തേഡിൽ എഞ്ചിനും ലോകഭാഗങ്ങളൊന്നും ഇല്ലാതെ നിർമ്മിച്ചൊരു കപ്പൽ കൂടിയാണിത്. ഇനി അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് പശ്ചിമേഷ്യയിലൊക്കെ പോയിരുന്ന അതേ പാതയിലും അതേ ടെക്നിക്കും ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു കപ്പൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. സോ INSV കൗണ്ടിന്യയുടെ ആദ്യ യാത്ര ഏത് രാജ്യത്തിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒമാനിലേക്കാണ്. അടുത്തത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 2025 നടന്ന ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? അപ്പൊ 2025 നടന്ന എന്താണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നസ് കാൾസൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ ഒരു പോരാട്ടത്തിൽ 3ാം സ്ഥാനത്ത് എത്തിയത് നമ്മുടെ ഇന്ത്യയുടെ അർജുൻ എർഗൈസി ആണ്. സോ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആകുമ്പോൾ അതിൽ ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ് കൂടി നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. നമ്മുടെ ഇന്ത്യയുടെ അർജുൻ എർഗൈസി എത്രാം സ്ഥാനത്തുണ്ട്? 3ാം സ്ഥാനത്തുണ്ട്. ഈ സ്ഥാനം പറയാനുള്ള കാരണം അർജുൻ എർഗൈസി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദെൻ ഓപ്പൺ വിഭാഗം പറഞ്ഞു, ഇനി വനിതാ വിഭാഗം പറയണം. ഈ വനിതാ വിഭാഗത്തിൽ 3ാം സ്ഥാനത്ത് ഒരു ഇന്ത്യക്കാരിയായിരുന്നു നമ്മുടെ കൊനേരു ഹംപി. വനിതാ വിഭാഗത്തിൽ 3ാം സ്ഥാനത്ത് ഒരു ഇന്ത്യക്കാരി, അത് നമ്മുടെ കൊനേരു ഹംപിയാണെന്ന് ഓർക്കുക. ദെൻ ഇനി 1ാം സ്ഥാനത്ത് ആരുമാണെന്ന് കൂടി എന്ത് ചെയ്യണം, നമ്മളൊന്ന് നോക്കി വെക്കണം. അപ്പൊ 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് അലക്സാണ്ട്ര ഗൊറേക്കിന, റഷ്യയുടെ അലക്സാണ്ട്ര ഗൊറേക്കിനെയാണ് 1ാം സ്ഥാനത്ത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2025 ഡിസംബറിൽ അന്തരിച്ച കലാ സംവിധായകൻ. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിത്രത്തിന്റെ കലാ സംവിധായകനായിട്ടുള്ള K. ശേഖർ 2025 ഡിസംബറിൽ അന്തരിച്ചു. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് പ്രധാനമായിട്ടൊന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഇനി അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, കോസ്റ്റ്യൂം പബ്ലിസിറ്റി ഡിസൈനർ ആയിട്ടാണ്. അതായത് മലയാളത്തിലെ ആദ്യത്തെ 70 mm ചിത്രമായിട്ടുള്ള പടയോട്ടത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയർ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ആസ്പദമാക്കി ന്യൂ SCRT ഫാക്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള verantharo.talentgala.com ഈ പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ടാലന്റ് റാങ്ക് ഫെയറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഡിഗ്രി എന്നല്ല, 10th ലെവൽ ആയാലും 12th ലെവൽ ആയാലും ടാലന്റിന്റെ കയ്യിൽ റാങ്ക് ഫെയർ ഉണ്ട്. ദെൻ സ്പെഷ്യൽ ടോപ്പിക് ആയാലും ഞങ്ങളുടെ കയ്യിലുണ്ട്. ദെൻ SCRT ടെക്സ്റ്റ് ആയാലും ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ നിങ്ങളൊരു PSC ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള verantharo.talentgala.com സന്ദർശിച്ചാൽ മതി. നിങ്ങൾക്ക് പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ 2025 നവതി ആഘോഷിച്ച കേരള സാഹിത്യകാരൻ ആരാണെന്ന് പറഞ്ഞു? SK വസന്തനാണ്.
ദെൻ അതിനുശേഷം പറഞ്ഞത് കുറച്ച് മേയർമാരെ പരിചയപ്പെട്ടു അല്ലെ, നമ്മുടെ പുതിയ ഭരണസമിതിയൊക്കെ സ്ഥാനമേറ്റിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 6 കോർപ്പറേഷനുകൾ 6ഇടത്തെയും മേയർമാരെ പറഞ്ഞു. തിരുവനന്തപുരം വി രാജേഷ്, കൊല്ലത്ത് AK ഹഫീസ്, ദെൻ കൊച്ചി VK മിനിമോള്, ദെൻ തൃശൂർ ഡോക്ടർ നിജി ജസ്റ്റൻ, കോഴിക്കോട് O സദാശിവൻ, ദെൻ കണ്ണൂർ P ഇന്ദിര. ഇതിവിടെ പറയാനുള്ള കാരണം ഇതാണ്. സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മറന്നിരുന്നാൽ പോലും നിങ്ങൾ ഓർത്തു വെക്കുക, നിലവിൽ കേരളത്തിലെ കോർപ്പറേഷനുകളിലെ വനിതാ മേയർമാരുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കാരണം ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞൊരു പരിശോധനയാണ്, വിജിലൻസ് പരിശോധനയാണ് ഓപ്പറേഷൻ ബാർകോഡ്. ബാർകോഡ് എന്ന് പറയുമ്പോൾ ബാറുമായിട്ട് ബന്ധപ്പെട്ട, ബാറിൽ എന്തിനു വേണ്ടി നടത്തിയതാണ്, അതായത് മദ്യത്തിന്റെ അളവിൽ കൃത്രിമം നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് വിജിലൻസ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബാർകോഡ്. ദെൻ അതിനുശേഷം പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 2025-ൽ 25 വർഷം പൂർത്തിയാക്കിയ കാര്യം പറഞ്ഞു. 2000-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സമയത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം ഒരു വാക്സിൻ പറഞ്ഞു, അഭയ് റാബ് എന്നാണ് വാക്സിന്റെ പേര്. അതായത് പേവിഷബാധ വിരുദ്ധ വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത്, അഭയ് റാബ്. അപ്പോൾ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന വാക്സിൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി പറഞ്ഞു. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉച്ചകോടി കഴിയുമ്പോൾ ചർച്ച ചെയ്യാം. ദെൻ അതിനുശേഷം ഒരു പക്ഷി സങ്കേതം പറഞ്ഞു അല്ലെ. എന്താ പക്ഷി സങ്കേതത്തിന്റെ പേര്? പാർവതി അർഗ പക്ഷി സങ്കേതം. എവിടെയാണ്? ഉത്തർപ്രദേശിൽ. എന്തുകൊണ്ട് ചർച്ച ചെയ്തു? ഇപ്പോൾ അതിനെ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞത് INSV കൗണ്ടിന്യയെ പറ്റി പറഞ്ഞു അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നറിയപ്പെടുന്ന കപ്പലാണ് INSV കൗണ്ടിന്യ. പണ്ട് കാലത്ത് നിന്നിരുന്ന എന്താണ് ഈ ഒരു കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യയും അതൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കപ്പലാണ്. ലോകഭാഗങ്ങളോ എഞ്ചിനോ ഒന്നും ഇല്ലാത്തൊരു കപ്പലാണ്. സോ അത് ആദ്യ യാത്ര നടത്തുന്നത് ഏത് രാജ്യത്തിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമാനിലേക്കാണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2025-ൽ നടന്ന ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പോൾ അതിന്റെ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണെന്ന് പറഞ്ഞു. ദെൻ ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ വിഭാഗത്തിൽ അർജുൻ ഒർഗൈസി 3-ാം സ്ഥാനത്ത്, വനിതകളിൽ കൊനേരു ഹംപി 3-ാം സ്ഥാനത്ത്. ദെൻ അതിനുശേഷം പറഞ്ഞതൊരു വിയോഗമാണ്. അതായത് നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രത്തിന്റെ കലാസംവിധായകനായിരുന്ന K ശേഖർ അന്തരിച്ച കാര്യം പറഞ്ഞു. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കം നിലവിൽ വന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഇന്ത്യ, ചൈന, റഷ്യ, ഫ്രാൻസ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രപതി സഞ്ചരിച്ച ഫ്രണ്ട് ലൈൻ അന്തർവാഹിനി ഏതെന്നാണ് ചോദ്യം. INS വക്ഷീർ, INS വഗീർ, INS അരിഹാദ്, INS അരിദമൻ. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ്. ശരി ഉത്തരം ഏതാണ്? ഉത്തർപ്രദേശിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഏത് എന്നാണ്. നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ ഇത് 3-ാം തവണയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ കോൺഫ്ലിക്റ്റ് ഡയമണ്ട് അഥവാ ബ്ലഡ് ഡയമണ്ടിന്റെ എന്താണ് വ്യാപാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട്, അല്ലെങ്കിൽ വ്യാപാരം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന കിംബർലി പ്രോസസ് എന്ന് പറയുന്നത്. സോ അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 30, 31 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.